ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട് വെക്കാനായിട്ട് സ്ഥലം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നേരെ വീട്ടിലേക്ക് എടുക്കാം. കേരളത്തിലെ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. കൂടുതലറിയാനായി താഴെ കൊടുത്തുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വാങ്ങുന്ന ഒരു പ്ലോട്ട് അത് ഏത് തരത്തിലുള്ള സ്ഥലമാണ് എന്നത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് പുരയിടമാണോ നിലമാണോ എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നിലമാണെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഒരു ലോയറെ കൊണ്ട് ആ ഒരു സ്ഥലത്തിൻ്റെ ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് ആ പ്ലോട്ടിലേക്ക് അത്യാവശ്യം വീതിയൊക്കെയുള്ള ഒരു വഴിയുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ആ സമയത്ത് ടിപ്പർ അതുപോലുള്ള വാഹനങ്ങളൊക്കെ വരാനായിട്ട് ആ ഒരു വഴി എന്തായാലും ആവശ്യം വരും. അതിപ്പോൾ ആ ഒരു വഴിയില്ലെങ്കിൽ നമ്മൾ ആ ഒരു നിർമ്മാണ ചെലവ് കൂടാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. പിന്നീട് ആ ഒരു സ്ഥലത്തുള്ള വെള്ളത്തിന്റെ ലഭ്യത അതുപോലെ ഇലക്ട്രിക് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അടുത്തായിട്ട് വരുന്നത് ആ ഒരു പ്ലോട്ട് മണ്ണിട്ട് നികത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നോക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ആ ഒരു ഫൗണ്ടേഷന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാവും. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് റോഡിന്റെ ഒരു ലെവലിൽ നിന്നും കുറച്ച് ഉയരത്തിലുള്ള ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റോഡ് നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും അത് റോഡ് പുതുതായിട്ട് ടാർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഹൈറ്റ് കൂടി കൂടി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പ്ലോട്ട് താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റോഡ് ലെവൽ അല്ലെങ്കിൽ അതിലും കുറച്ച് മുകളിലേക്കായിട്ടുള്ള ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ മെയിൻ റോഡ് അതുപോലെ ഹൈവേസ് ഇതിനോടൊക്കെ ചേർന്നിട്ടുള്ള പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശബ്ദം അതുപോലെ പൊടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതുമാത്രമല്ല ഫ്യൂച്ചറിൽ ഈ റോഡ് വൈഡനിങ് ഒക്കെ നടക്കുമ്പോൾ സ്ഥലം പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മെയിൻ്റനൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ വാങ്ങാൻ പോകുന്ന ആ ഒരു പ്ലോട്ടിന് ഒന്നിലധികം വശങ്ങളിൽ റോഡ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. നമ്മൾ കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കുകയാണെങ്കിൽ ബിൽഡിംഗ് റൂളുകളൊക്കെ അനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ റോഡിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിച്ചിട്ട് വേണം നമ്മൾ വീട് വെക്കണമെങ്കിൽ. വീടെന്നല്ല ഏത് ബിൽഡിംഗ് ആയാലും. അപ്പോൾ നമ്മുടെ 2 വശത്തോ അല്ലെങ്കിൽ 3 വശത്തോ ഒക്കെ റോഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നിർമ്മിക്കാൻ പറ്റുന്ന വീടിന്റെ ഏരിയ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമായിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പരമാവധി ഒരു വശത്ത് മാത്രം റോഡ് വരുന്ന പ്ലോട്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തത് വെള്ളക്കെട്ട് ഒക്കെ ബാധിക്കുന്ന പ്രളയമൊക്കെ വരുന്ന ഒരു പ്രദേശമാണെങ്കിൽ അവിടെ നിന്നും നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക സ്ഥലം. വേറെ സ്ഥലമൊന്നും നമുക്ക് കിട്ടില്ലെങ്കിൽ മാത്രം അങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയാൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ നമ്മളൊരു സ്ഥലം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഒരു നമ്മളെന്തായാലും ഒരു സോയിൽ ടെസ്റ്റ് വീട് നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന് പകരമായിട്ടൊന്നല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് നോക്കാം ആ ഒരു ഏത് ഫൗണ്ടേഷനാണ് ആ ഒരു പ്ലോട്ടിലേക്ക് പറ്റുക എന്നുള്ളത്. അപ്പോൾ പരിസരത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ ആ ഒരു എഞ്ചിനീയർക്ക് മനസ്സിലാവും ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഫൗണ്ടേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്ലോട്ടാണോ, ആ ഒരു മണ്ണിന് അത്രയ്ക്ക് ഉറപ്പുണ്ടോ എന്നുള്ളതൊക്കെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് അവിടെ കിട്ടാനായിട്ട് ഇങ്ങനെ ഒരു എഞ്ചിനീയറെ കൊണ്ടുവന്ന് നോക്കുന്നതിൽ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിക്കോ. അടുത്ത വീഡിയോയിൽ കാണാം.